കോഴിക്കോട് യുവമോർച്ച പ്രവർത്തകരെ ആക്രമിക്കാൻ ഡിവൈഎഫ്ഐ എസ്എഫ്ഐ ഗുണ്ടകൾക്ക് ഒത്താശ ചെയ്തു കൊടുത്ത പോലീസിനെതിരെ രൂക്ഷ വിമർശനമുയരുന്നു. അക്രമികൾക്ക് മർദ്ദിക്കാൻ യുവമോർച്ച പ്രവർത്തകരെ പോലീസ് പിടിച്ചുകൊടുക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. CPMന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരാണ് പോലീസ് സേനയിലുള്ളത് എന്ന ആരോപണം ശരിവെക്കുന്നതാണ് ഇത്തരം സംഭവങ്ങൾ. ഇന്നലെ യുവമോർച്ച പ്രവർത്തകരെ SFI DYFI ഗുണ്ടകൾ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണിത്. യുവമോർച്ച പ്രവർത്തകരെ SFI DYFI ഗുണ്ടകൾ മർദ്ദിക്കുന്നതാണ് ദൃശ്യം. യുവമോർച്ച പ്രവർത്തകരെ മർദ്ദിക്കാൻ SFI DYFI ഗുണ്ടകൾക്ക് പോലീസ് സൗകര്യമൊരുക്കി കൊടുക്കുന്നുണ്ടെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തം. അകാരണമായി അക്രമം അഴിച്ചുവിട്ട DYFI SFI ഗുണ്ടകളെ പിടിച്ചുമാറ്റാൻ പോലീസ് കാണിക്കുന്ന ജാഗ്രതക്കുറവിന് പിന്നിൽ അടിമുടി ദുരൂഹതയുണ്ട്. SFIയുടെ സെമിനാർ നടക്കുന്നത് ജൂബിലി ഹാളിലാണെന്നിരിക്കെ അകലെയുള്ള തളിക്ഷേത്ര പരിസരത്തേക്ക് യുവമോർച്ച പ്രവർത്തകർ വരുന്നുണ്ടെന്ന വിവരം DYFIക്കാർക്ക് കൈമാറിയത് പ്രദേശത്തു നിന്നിരുന്ന പോലീസാണെന്ന് സംശയിച്ചാൽ തെറ്റുപറയാൻ പറ്റില്ല. അക്രമം നടന്ന ഉടനീളം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അക്രമികൾക്ക് അനുകൂലമായ നിലപാടാണ്. യുവമോർച്ച പ്രവർത്തകരെ അക്രമികൾക്ക് മർദ്ദിക്കാൻ പിടിച്ചുകൊടുക്കുന്ന പോലീസിനെ പിണറായി പോലീസ് എന്ന് വിശേഷിപ്പിച്ചാലും തെറ്റുപറയാൻ പറ്റില്ല. പോലീസ് സേനയിലെ ചിലരെങ്കിലും ഭരിക്കുന്ന പാർട്ടിയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരാണെന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ സംഭവം. യുവമോർച്ച പ്രവർത്തകരെ മർദ്ദിച്ചവർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തെങ്കിലും മർദ്ദിച്ച മുഴുവൻ പ്രതികളെയും പിടികൂടുമോ പിണറായി പോലീസ് എന്നാണ് ഇനി അറിയേണ്ടത്. ജനം, കോഴിക്കോട്.